കഴിഞ്ഞ വെള്ളിയാഴ്ച കാണാതായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലെ റുക്കിയ താത്തയെ ഇന്നും കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഊർജിതമായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. മാക്സിമം ഷെയർ ചെയ്യട്ടോ എല്ലാവരിലേക്കും. ഈ ഉമ്മയെ കാണാതായി 21-ാം തീയതി എന്ന് പറഞ്ഞ 3 മണിക്കാണ് കാണാതായത്. അപ്പോൾ ഏകദേശം ഒരു 4 മണിൻ്റെ 5 മണിൻ്റെ ഇടയിൽ ഈ ഭാഗത്തു കൂടി പോണ ഒരു ഓട്ടോറിക്ഷക്കാരൻ, ഇവിടെ ഉള്ള നമ്മൾ സ്നേഹിതനാണ്, മുസ്തഫ എന്ന് പറയും. ആ വണ്ടിക്കാരൻ ഈ ഉമ്മയെ ഇവിടുന്ന് കണ്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് വെച്ചാണ്ട് ഒരു അവസരമായിട്ട് ഇങ്ങനെ നിൽക്കണ സമയത്ത് കണ്ടിട്ട് അവൻ വണ്ടി നിർത്തി ഉമ്മാനോട് പറഞ്ഞ് നിങ്ങളിങ്ങനെ നിൽക്കല്ലേ, ഇവിടെ വണ്ടി പോകാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് കുറച്ചങ്ങോട്ട് നീങ്ങി നിന്നാണ്. കാരണം ഇവന് ഈ മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവന് അപ്പോൾ ആരോട് പറഞ്ഞു, പക്ഷെ ആരും അത് ഗൗരവത്തിൽ എടുത്തില്ല എന്നോ അങ്ങനെ എന്തോ തോന്നുന്നു. പിന്നെ പിറ്റേന്നാണ് ഇവൻ ഈ സംഗതികൾ പറയണത്. ഞാനും അപ്പോഴാണ് അറിയണത്. അപ്പോൾ തന്നെ ഞാൻ ഈ സമയത്ത് വന്നുകൊണ്ട് കംപ്ലീറ്റ് നോക്കിയതാണ് ഈ സൈഡിൽ ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ KIT അതേമാതിരി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇവിടെ ഇപ്പോൾ ഈ തപ്പിയോണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് രാവിലെ ഡോഗ് സ്ക്വാഡ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു അപ്ഡേറ്റ്സ് എന്താണ് ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടിൽ നിന്നും കാണാതായിട്ടുള്ള റുക്കിയ എന്ന് പറയുന്ന ഉമ്മയെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനി ഈ ഭാഗത്തേക്ക് എവിടെയെങ്കിലും തെന്നി വീണിട്ടുണ്ടോ എന്നുള്ളത് ഒരു സംശയത്തിൻ്റെ നിഴലിലാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ളൊരു ശ്രമമാണ്. ഈ പൊന്തക്കാട് അത്യാവശ്യമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, അത്യാവശ്യം വലിയ രീതിയിലുള്ള പൊന്തയും കാര്യങ്ങളാണ്. വീണാൽ പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ശ്രമമാണ് പോലീസ് അതുപോലെ തന്നെ റെസ്ക്യൂ ടീമും എല്ലാവരും കൂടി ചേർന്നിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡോഗ് സ്ക്വാഡിനും കാര്യമായിട്ടുള്ള ഒരു സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് അവരെ ഒരു മകളെ ഈ ഭാഗത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ഇതിലേറ്റ പഴയ കാലത്തെ വന്ന ഓർമ്മയിലേറ്റ വന്നോ എന്നുള്ള സൂചനയിലാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ലൈനിൽ 36 കണ്ടപ്പോൾ ആ സംശയത്തിലാണ് ഇവർ ഈ തപ്പിക്കൊണ്ട് നിൽക്കുന്നത്. പോലീസൊക്കെ ഇതിൽ 100% പെർഫെക്റ്റ് ആയിട്ടാണ് അവരെ ഇത് ഡീലിംഗ് ചെയ്യണത്. മഴയും വെയിലും ഭക്ഷണങ്ങളും റെസ്റ്റ് വിശ്രമങ്ങളൊന്നും ഇല്ലാതെ അവർ ഈ പരിപാടിയിൽ മുൻപന്തിയിലാണ്. അവരെ പിന്നിൽ ഇവിടെയുള്ള ഈ വിവിധ സന്നദ്ധ സംഘടനകളെ പ്രവർത്തകന്മാർ, പിന്നെ ഞങ്ങളെ പോലത്തെ ഇവിടെ ഡ്രൈവർമാർ ഒക്കെ അവരെ പിന്നിൽ സദാസമയം രാഗം പകലും ഇവിടെ ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. ആശങ്കയിൽ തന്നെയാണ്. അതാ ഒന്നാമതായി വൃദ്ധയായ സ്ത്രീയാണ്. രണ്ടാമത് പറഞ്ഞാൽ അവർക്ക് സംസാരിക്കാൻ ഒരു ഇതില്ല. ആരെങ്കിലും എവിടെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല. മൂന്നാമത് അവർക്കൊന്ന് മര്യാദയ്ക്ക് നടന്നു പോകാനോ ഒന്ന് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് എണീച്ച് നിവർന്ന് നിൽക്കാനോ ഉള്ള ഒരു ഇതില്ല. അപ്പം അങ്ങനെയുള്ള പറ്റവശമായ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് എല്ലാവർക്കും ഇതൊരു ആകാംക്ഷയായിട്ടുള്ള ഇത് തപ്പിയോണ്ട് നിൽക്കുന്ന ആളുകൾ. അവിടുത്തെ കാര്യങ്ങളോട് ഒന്ന് അറിയാം, പെട്ടെന്ന് തന്നെ അത് അവിടെ കണ്ടെത്താനുള്ളൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്നുള്ളത് തന്നെയാണ് അല്ലേ. അപ്പം നമ്മൾ മുന്നോട്ട് പോയി വെക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഏകദേശം തെരച്ചിലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ മുന്നോട്ടാണ് പോകുന്നത്. ഈ ഒരു സമയത്താണ് ഇപ്പോൾ സമയം ഏകദേശം 7 മണി ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്തും ഇവർ വിശ്രമമില്ലാതെ തെരച്ചിലിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സാഹചര്യത്തിൽ എവിടെന്നെങ്കിലും കണ്ടെത്താൻ പറ്റുകയാണെങ്കിലെന്ന് വിചാരിച്ചിട്ടാണ്. അവർ ബന്ധുവീട് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ ഈ സ്ഥലത്ത് നിന്നൊക്കെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തെരച്ചിൽ നടത്തുന്നതാണ് പറഞ്ഞത്. ഇത് കണ്ട അവിടെ ഒരു കിണറാണ്, അതിലൊക്കെ പോയിട്ട് പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. മാക്സിമം ഷെയർ ചെയ്യും കേട്ടോ, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്താക്കി. ഈ ഭാഗത്തൊക്കെയാണ് പരിശോധിക്കുന്നത്. ഇവിടേക്കൊക്കെ കണ്ടോ, പരിശോധന വളരെയധികം ഊർജിതമാക്കിയിരിക്കുകയാണ്. ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇന്ന് ഡോഗ് സ്ക്വാഡുള്ള സമയത്ത് നിങ്ങൾ ഉണ്ടായിരുന്നു അവിടെ? ഡോഗ് സ്ക്വാഡ് എത്തിയ സമയത്ത് നമ്മൾ എത്തിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഏകദേശം 3 മണിക്ക് തെരച്ചിൽ ആരംഭിച്ചതാണ്. പനമ്പോയ പാലത്തിന്റെ അവിടെ മക്കൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള പരിസരത്തുള്ള കാടും പൊന്തയൊക്കെ നമ്മൾ വെട്ടി നികത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങോട്ടേക്ക് ഏറ്റവും വന്നതാണ് അല്ലേ. ഇവിടെ ബന്ധുവീട് ഭാഗത്താണല്ലേ? മകള് വീട് ഇവിടെ ആണല്ലേ. അപ്പൊ അതിന്റെ ഒരു സംശയത്തിന്റെ ഭാഗമായിട്ട് അത് സുഹൃത്ത് കണ്ടു നിൽക്കാണ്. അന്നേ ദിവസം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഓട്ടോ ഡ്രൈവറാണ്. പോകുന്ന സമയത്ത് ഈ സൈഡിലായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്ത്
അങ്ങോട്ട് മാറ്റി നിർത്തി പോയതാണ്. അതാണ് അത്ര അദ്ദേഹം കറക്റ്റായിട്ട് പറയുന്നത്. തന്നിട്ടുണ്ടല്ലേ? അദ്ദേഹം തന്നൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 8 മണിയാണ്. 8 മണിയായിട്ട് നമ്മൾ റെസ്ക്യൂ ടീമൊക്കെ ബാക്കിലുണ്ട്. കണ്ടോ, ഇവിടെ കയറി നിൽക്കുകയാണ് മഴ ആയിട്ട്. ഇപ്പം ഇനി ഈ ഭാഗങ്ങളിലാണ് തിരയാനുള്ളത്. അപ്പം അതിന് മഴ ഒരു തടസ്സമായതുകൊണ്ടൊന്ന് കയറി നിൽക്കുകയാണ്.